നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ബി.ജെ.പി. മുനിസിപ്പൽ തല പ്രകടന പത്രികയുടെ പ്രകാശനം മാപ്രാണം ജംഗ്ഷനിൽ നടന്ന പൊതുയോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ബൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി.ജെ.പി. സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം സെക്രട്ടറി വി.സി. രമേശ്, ആർച്ച അനീഷ്, ടി.കെ. ഷാജു എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും അവിടുത്തെ വാർഡ് മെമ്പർ സ്ഥല എം.പിയോട് അങ്ങനെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്? ഇവിടെ കുടിവെള്ള പദ്ധതി വേണം, അപേക്ഷ വെച്ചിട്ടുണ്ട്. എം.പിക്ക് ഇറങ്ങി യാചിച്ച് നടക്കാൻ പറ്റുമോ? വോട്ടിന് യാചിച്ചു, അത് കഴിഞ്ഞ് പിന്നെ പദ്ധതികൾക്ക് വേണ്ടി യാചിക്കാൻ പറ്റും. ആരെടുത്താ യാചിക്കുന്നു? എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നല്ല. യോഗ്യമായത് തീർച്ചയായിട്ടും അതിൻ്റെ പരിഗണന ക്രമമനുസരിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ് 4 നില എങ്ങനെയാണ്, 4ാമത്തെ നില എങ്ങനെയാണ് തീരുന്നു? കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനെ കൊണ്ട് തീരാത്തത് എൻ്റെ CSR ഫണ്ടിൽ നിന്നാണ്, പെട്രോളിയം കമ്പനിയിൽ നിന്നാണ് 1 കോടിയോളം രൂപ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ 4ാം നില തീരുന്നത്. ഇതത് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പുങ്കവന്മാരാരെങ്കിലും പറയൂ. അത് സംഖ്യയുടെ പണമല്ല, ഇത് രാജ്യത്തിൻ്റെ പണമാണ്. അങ്ങനെ വിചാരിക്കണം. രാജ്യത്തെ ജനങ്ങൾക്കാണത്, ഒരു പ്രത്യേക വിഭാഗത്തിനാണത് ഉപകരിക്കാൻ പോകുന്നത്. ജാതിയല്ല, സാമ്പത്തിക വിഭാഗത്തിനാണത് ഉപകരിക്കപ്പെടുന്നത്. ഇത് ചെയ്യുകയുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ചെയ്യിക്കാൻ പ്രാപ്തിയുള്ളവരെ നിങ്ങൾ ഇത്തവണയെങ്കിലും കൃത്യമായി ഒരു പുതിയ എഴുത്ത് നടത്തി തീരുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ LDF-ഉം UDF-ഉം വിജയപ്രതീക്ഷയിൽ. നേട്ടം കൈവരിക്കുമെന്ന പ്രതീക്ഷയിൽ ബി.ജെ.പി. 2 പതിറ്റാണ്ടായി തുടർച്ചയായി CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണ നേതൃത്വത്തിലുള്ളത്. 14 വാർഡുകൾ ഉണ്ടായിരുന്ന കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ LDF-ന് 9-ഉം UDF-ന് 4-ഉം ബി.ജെ.പിക്ക് 1-ഉം എന്നതായിരുന്നു കക്ഷിനില. വാർഡ് പുനർനിർണയത്തോടെ 15 വാർഡുകളായി ഉയർന്നു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനവും ക്ഷേമ പെൻഷനുകളുടെ വർധനവും ചൂണ്ടിക്കാണിച്ചാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDF ഭരണസമിതിയുടെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിച്ചാണ് UDF പ്രതിരോധം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിമതശല്യം ഇല്ലാത്തതും ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞതും UDF കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ മത്സരം കാഴ്ചവെച്ച് നിർണായകമായ ശക്തിയാവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി. നേതൃത്വം. ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സഹോദരങ്ങളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ 27 വയസ്സുള്ള ജിറ്റ്, സഹോദരൻ 26 വയസ്സുള്ള റിറ്റ് എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ വാഴപ്പിള്ളി ചക്കാത്ത് വീട്ടിൽ ബിജുവിനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറി പ്രതികൾ ആക്രമിച്ചത്. ബിജുവിന്റെ മകളുടെ ഭർത്താവാണ് ജിറ്റ്. മകളെ ജിറ്റ് സ്ഥിരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതുമൂലം മകളും കുഞ്ഞും കഴിഞ്ഞ 10 മാസമായി ബിജുവിന്റെ വീട്ടിലാണ് താമസം. ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സഹോദരനൊപ്പം ബിജുവിന്റെ വീട്ടിലെത്തിയ ജിറ്റിനൊപ്പം പോകാൻ മകൾ തയ്യാറായില്ല. ഇതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ ബിജുവിനെ ആക്രമിച്ചത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.